ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ദം ചെയ്തെടുക്കുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഹാർബീസ് കിച്ചൻ ടേൽസ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ആ എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 സവാള അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് ഒന്ന് നല്ലതുപോലെ സോഫ്റ്റായി വരുന്നവരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രമ്പലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരുന്നവരെ നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇത് ഞാൻ മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഇതും കൂടെ ആ ഒരു മിക്സിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. ഈ തൈര് ചേർക്കുമ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് മസാലയാണ്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് രമ്പ ഇല ചേർത്തായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി അതിലേക്ക് കൊത്തി അരിഞ്ഞ മല്ലിയിലയും പിന്നെ നീളത്തിൽ അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി എണ്ണയിലോട്ടൊന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്, അതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ല തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി
ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. ഇനി ദം ചെയ്യാനായിട്ട് ഒരു പ്രഷർ കുക്കർ എടുക്കുക. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ മുന്നേ തന്നെ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് ബിരിയാണിയുടെ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും അടുത്ത ലെയറായിട്ട് ഗ്രേവി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ തന്നെ കുറച്ച് സവാള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് മല്ലിയിലയും പിന്നെ കാഷ്യൂസും റൈസിൻസും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഓരോ ലെയറും ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ടോപ്പ് ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ പുറത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാളയും മല്ലിയിലയും പിന്നെ കാഷ്യൂസും റൈസിൻസും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.